നല്ല പാൽച്ചായക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട. നല്ല ടേസ്റ്റാണ്. അപ്പക്കാരോ അപ്പസോഡ ഒന്നും ഇട്ടിട്ടില്ല. ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങൾ കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ നല്ലൊരു ചായ എങ്ങനെ ഉണ്ടാക്കുക അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് അതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെ ചായ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞാൻ തന്നെ ഇപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. പക്ഷെ വേറെ ആരെങ്കിലും കുടിച്ചിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഞാനിതാ 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് പാലുണ്ട്. അപ്പോൾ ഈ പാല് ശരിക്കും നമ്മൾ പാല് ചായ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഈ വെള്ളം ചേർക്കാതെ ചായ ഉണ്ടാക്കണം. പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെയൊന്നും വെറും പാലിൽ ചായ ഉണ്ടാക്കി കുടിക്കാൻ മാത്രമൊന്നുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല. ഇപ്പം 2 ഗ്ലാസ് പാലെടുത്തു. ഈ 2 ഗ്ലാസ് പാൽ എന്ന് പറഞ്ഞാൽ 500 പാലാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ 500 പാലിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോണത് കേട്ടോ. ഈ 500 പാലിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചായപ്പൊടി ഇതിലൊക്കെ ചായപ്പൊടി ഇടും, പൊടി ഇടും, പഞ്ചസാര ഇടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ടൈമിങ്ങൊക്കെ ശരിയാവണം. ചായപ്പൊടിയൊക്കെ നല്ലോണം വെന്ത് കിട്ടണം. അപ്പോഴൊക്കെ ഉള്ളൂ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എല്ലാം ഒരുമിച്ച് അടുപ്പത്തിട്ട് ഒന്നും തിളച്ച ഉടനെ നമ്മൾ ചായ വാങ്ങി കുടിച്ചാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റോടെ നമുക്ക് ചായ കുടിക്കണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ചായ എന്ന് പറയുന്നത് ഞാനിപ്പോൾ 2 ഗ്ലാസ് പാലിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും വെറും പാലിലാണ് ഈ ചായ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. 2 ഗ്ലാസ് പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 500 പാലാണ്. അപ്പോൾ ഞാനിത് അടുപ്പത്ത് വെക്കാൻ പോവാം കേട്ടോ. പാൻ അടുപ്പത്ത് വെക്കുകയാണ്. ഇനി അമ്മക്ക് ഇത് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വന്നിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പാല് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പാലാണ് കൂടുതൽ. അപ്പോൾ ഇത് അടിയിൽ പിടിക്കും. നമ്മളെ പാത്രവും നാശമാവും, ചായയും കേടുവരും, ചായക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മളെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചായയിലേക്ക് ഇതാക്കുന്നത് 3 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. 3 ഏലക്കായ, കറുകാപ്പട്ടൻ്റെ 2 പിന്നെ 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാമ്പു എന്ന് പറയുന്നത് ഇതാണ്. 2 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. നല്ലോണം പൊടിയണ്ട, ഒന്നും ഇങ്ങോട്ട് ചതച്ചിട്ട് എടുക്കാം. അപ്പോൾ അതാ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 2 ഗ്രാമ്പു, 2 ഏലക്കായ, 2 കറുകാപ്പട്ട ചതച്ചത് ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാലും നമ്മുടെ 2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 500 പാല് വെച്ചിട്ടാണ് ഞാൻ ഈ നല്ല അടിപൊളി ചായ ഉണ്ടാക്കണതേ. അപ്പോൾ ഇതിന് മസാല ചായ എന്ന് പറയട്ടെ. നമുക്ക് നല്ല മസാല ചായയാണ്. ഗ്രാമ്പു, ഏലക്ക, കറുകാപ്പട്ട നമ്മൾ പാലിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. തിളച്ചിട്ടില്ല, തിളക്കാനായി വരികയാണ്. ചായപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, അതൊന്ന് പൊക്കി പിടിച്ച് കൊടുക്കാം. കാരണം അത് തിളച്ച് പാല് പോവും. തിളച്ച് പോയാൽ അതൊന്ന് സിമ്മിലാക്കി കൊടുക്കട്ടെ. ഞാനൊന്ന് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ 1 സ്പൂണ് പൊടി ഇതിലേക്ക് പോരാ. പൊടി ഒന്ന് വെന്ത് കിട്ടണമല്ലേ, നല്ലതുപോലെ വെന്ത് കിട്ടണം. കുറച്ചുകൂടെ 1/2 ടീസ്പൂൺ ചായപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചായപ്പൊടി ചില ആൾക്കാർ എന്ത് ചെയ്യും എന്നറിയോ, ചായ തിളക്കുമ്പോഴേ അങ്ങോട്ട് വാങ്ങി വെക്കും. അപ്പോൾ നമ്മളെ ചായക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ചായ റെഡി ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര നമുക്ക് കുറച്ച് മാത്രം, മധുരത്തിന് മാത്രം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളെ ചായ തിളക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വരുമ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തിളക്കുമ്പോൾ ഇതൊന്ന് പൊക്കി പിടിച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ചായവും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ ചായ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഷുഗർ, പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പോരട്ടോ പഞ്ചസാര. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മളെ ചായ ഒന്ന് തിളക്കണം. ഈ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നമ്മളെ ചായ ഒന്നുകൂടെ തിളക്കണം. എന്നിട്ട് നമ്മളിത് തിളച്ചതിന് ശേഷം നല്ലോണം ഒന്നങ്ങോട്ട് ആറ്റണം കേട്ടോ. ചായ നല്ലോണം ആറ്റുകയെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് ആറ്റിയെടുക്കണം. അപ്പോഴാണ് നമ്മളെ ചായ കറക്റ്റ് ഇങ്ങോട്ട് ചായ ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഇതാ നമ്മളെ ചായ തിളച്ച് ഇപ്പോൾ നമ്മുടെ ചായപ്പൊടി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ മധുരം തന്നെ പാകമാണ്, ഓവറാകാൻ പാടില്ല. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, കറുകാപ്പട്ട ഒക്കെ പാകത്തിനിട്ടിട്ട് 500 പാല് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ആറ്റിയെടുക്കണം. ആറ്റിയിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ വെന്തു. ഇനി ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഓഫാക്കി ഇനി നമ്മുടെ ചായ നമ്മൾ ചായപ്പൊടിയൊന്നും അരിക്കൊന്നും ചെയ്യാതെ ഒന്നങ്ങോട്ട് ആറ്റി കൊടുക്കുക. ആറ്റി കൊടുക്കട്ടോ. ഇനി ഒറ്റ പ്രാവശ്യം കൂടെ ഇതിലേക്ക് ആറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ ചായ കറക്റ്റ് ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് പറന്ന് കുടിച്ചാലോ. ഇതുപോലെ എൻ്റെ ടേസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുന്ന ചായയാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പക്കവടയും ഒക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാവും കേട്ടോ. ഏത് കടിയാണെങ്കിലും ചായക്ക് ഇത് കൂട്ടി കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ളൊരു ചായയാവും. ഈ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ നമുക്ക് നല്ലൊരു എനർജി ഉണ്ടാവും. നമ്മുടെ ദാഹവും ക്ഷീണമൊക്കെ മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ചായൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോളേ നമുക്കൊരു നല്ലൊരു അടിപൊളി കടി ഉണ്ടാക്കാം കേട്ടോ. പക്കവട ഉണ്ടാക്കാം. ചെറിയ ഉള്ളിയും കുറച്ചെടുത്തേക്കണ്, വലിയ സവാള എടുത്തേക്കണ്, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് ഇനി കറിവേപ്പിൻ്റെ ഇലയും കൂടെ വേണേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട്, എത്രത്തോളം ചെറുതായിട്ട് കൊത്തി അരിയാൻ പറ്റും അത്രത്തോളം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ. എന്നിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കിക്കോളി. പക്കവട നല്ല ടേസ്റ്റ് ഉണ്ടാവും കണ്ടോ. അപ്പോൾ സവാള ഞാൻ പറ്റുന്നിടത്തോളം കൊത്തി അരിഞ്ഞ് പിന്നെ നല്ലത് ക്രിസ്പി ആയിട്ടൊക്കെ വരാനും കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും അതുപോലെ ഇഞ്ചി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പാത്രത്തിൽ സെറ്റാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് തോനെ കറിവേപ്പിൻ്റെ ഇല എടുത്തോളി. കാരണം കറിവേപ്പിൻ്റെ ഇലയാണ് ഈ പക്കവടയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. കറിവേപ്പിൻ്റെ ഇല മാത്രമല്ല, ഇഞ്ചിയും പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതാ ഒരു കുഞ്ഞിക്കൈയിൽ കടലപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞിക്കൈയിൽ കടലപ്പൊടി, പിന്നെ ഇതാ ഒരു കുഞ്ഞിക്കൈയിൽ മൈദ ഇട്ടിട്ടുണ്ട്, ഒരു കുഞ്ഞിക്കൈയിലും കൂടെ മൈദ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഇട്ടത്, മൂന്ന് കുഞ്ഞിക്കൈയിൽ മൈദയായി. അപ്പോൾ അത് നല്ലോണം, അപ്പോൾ 3 കൈയിൽ മൈദയും 1 കൈയിൽ കടലപ്പൊടി ഇതിക്ക് പാകമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം കൈ വെച്ചിട്ട് തിരുമ്പി എത്രത്തോളം നമ്മളെ ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇഞ്ചി ഞെരടാൻ പറ്റും ഈ മാവിലിട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഞെരടാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ഞെരടുക. അപ്പോൾ ഞാനതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, കാരണം നമുക്ക് നേരം ഉണ്ടാവില്ല, പിന്നെ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതിയല്ലോ. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ചെറിയുള്ളിയും സവാളയും ഒക്കെ ഇത്രയും അരിഞ്ഞത് നല്ല പോലെ ഈ പിന്നെ 1 ടീസ്പൂണ്, അതായത് 1 കുഞ്ഞിക്കൈയിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എടുത്തത് 4 കൈയിലും മൈദയാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അതിട്ട് നല്ലോണം ഞെരടി പാകത്തിന് വെള്ളമാക്കിയിട്ട് നമ്മൾ ഒരു 3-5 മണിക്കൂർ മുന്നേ നമ്മളിത് മാവ് കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ പക്കവട നല്ല നാച്ചുറലായിട്ടുള്ള പക്കവട തന്നെ നമുക്ക് കഴിക്കാം. കാരണം ഇതിൽ അപ്പസോഡ അപ്പക്കാരൊന്നും ഇടുന്നില്ല. കുറേ സമയം നമ്മളിത് എടുത്ത് വെക്കുന്നുണ്ടല്ലേ, 3-5 മണിക്കൂർ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കടി ഉണ്ടാക്കാൻ കരുതിക്കണമെങ്കിൽ രാവിലെ നമ്മളിങ്ങനെ മാവൊക്കെ കൂട്ടി വെക്കുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് നമ്മൾ അടിപൊളി ചായൻ്റെ കൂടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവട കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചില ആൾക്കാർ ഇതിൽ അരിപ്പൊടിയൊക്കെ കൂട്ടും, പക്ഷേ ഞാൻ അരിപ്പൊടിയൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചുട്ട് നോക്കുകൊണ്ട് കുറച്ച് മുന്നേ നമ്മളിത് മാവൊക്കെ കൂട്ടി ചുട്ട് വെക്കുക. 4 മണിക്ക് ഉണ്ടാക്കാൻ കരുതിക്കണമെങ്കിൽ രാവിലെ തന്നെ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്നാൽ നമ്മളെ പാൽ ചായയും കൂട്ടി ചായ കുടിക്കാൻ എല്ലാവരും കൊണ്ട് പോകുന്നോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും വേറെ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ.